നമുക്കും ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ടോ? ദൈവം നമുക്ക് തരുന്ന ഉന്നതികളും പദവികളും എല്ലാം ദൈവനാമത്തെ സ്തുതിപ്പാൻ ഇടയാകുന്നുണ്ടോ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിൽ ദൈവവചനവുമായി അല്പസമയമായി ഇരുപ്പാൻ തൊക്കുന്ന ഭഗത്തിനായി സ്തോത്രം സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 148 ദൈവ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായി ഒരുക്കട്ടെ. ഈ 148 സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിപ്പീൻ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ സങ്കീർത്തനത്തിൽ 14 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നതിനകത്ത് 10 പ്രാവശ്യം സ്തുതിപ്പീൻ എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ആരൊക്കെ എന്തുകൊണ്ടൊക്കെ ഇതിനെ യഹോവയെ സ്തുതിക്കണമെന്നാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം പറയുന്നത്. യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വസൈന്യമേ അവനെ സ്തുതിപ്പീൻ. അവൻ്റെ യഹോവ എന്തെല്ലാം കൽപ്പിച്ച് സൃഷ്ടിച്ചിരിക്കുന്നോ അതൊക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത്. അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, സർവ്വസൈന്യമേ അവനെ സ്തുതിപ്പീൻ. യഹോവയുടെ വചനം അനുസരിക്കുന്ന ദൂതന്മാരായാലും സൈന്യമായാലും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. യഹോവ കൽപ്പിച്ചാക്കിയ സൂര്യചന്ദ്രന്മാരെ യഹോവയെ സ്തുതിക്കട്ടെ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ. സ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ. കർത്താവ് കൽപ്പിച്ചാക്കിയ ആകാശവും ഭൂമിയും അതിന്മേൽ അവയിലുള്ള വെള്ളവും ഒക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവൻ കൽപ്പിച്ച് അവയെ സൃഷ്ടിച്ചിരിക്കാൻ അവയെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ട് അവയെ സ്തുതിക്കണമെന്ന് ചോദിക്കാൻ, അവ കൽപ്പിച്ച് യഹോവ അതിനെയൊക്കെയും കൽപ്പിച്ച് സൃഷ്ടിച്ചിരിക്കാൻ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത്. അവൻ അവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കാതെ നിയമം വെച്ചിരിക്കുന്നു. ഭൂമിയെ ആകാശത്തെ ഉണ്ടാക്കി വെള്ളങ്ങളെ ആക്കി, എന്നാൽ ഭൂമിക്ക് വെള്ളത്തിനും തമ്മിൽ അതിരിട്ടപ്പോൾ യഹോവ കൽപ്പിച്ചു. മണൽ കൊണ്ടാണ് അതിന് അതിരിട്ടിരിക്കുന്നത്. മണൽത്തരി കൊണ്ട് അതിരിട്ട കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ വെള്ളങ്ങളോടും ആഹ്വാനം ചെയ്യാണ്. വെള്ളങ്ങളും യഹോവയെ സ്തുതിക്കട്ടെ. തിമിംഗിലങ്ങളും എല്ലാ ആഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവജാതിയും ഭൂമിയിലെ സകല രാജാക്കന്മാരും വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധരും ബാലരും എല്ലാവരും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അത് പ്രഭുവായാലും രാജാവായാലും സൈന്യാധിപനായാലും ആരായാലും യഹോവയുടെ നാമത്തെ സ്തുതിക്കണമെന്ന് മാത്രമാണ് ഈ സങ്കീർത്തനത്തിലുടനീളം പറയുന്നത്. നമുക്കും ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ടോ? ദൈവം നമുക്ക് തരുന്ന ഉന്നതികളും പദവികളും എല്ലാം ദൈവനാമത്തെ സ്തുതിപ്പാൻ ഇടയാകുന്നുണ്ടോ? എല്ലാത്തിനും മേലെ ആയിരിക്കുന്ന കർത്താവിനെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ ചിന്തിപ്പാൻ ഈ സങ്കീർത്തനം നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. നമുക്ക് തരുന്ന എന്തെല്ലാം പദവികളായാലും എന്തെല്ലാം ഉന്നതികളായാലും കർത്താവ് നാമത്തെ സ്തുതിക്കണമെന്നാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. താൻ വിളിച്ച് വേർതിരിക്കുന്ന ജനം തന്നോട് അടുത്തിരിക്കണമെന്നും തന്നോട് അടുത്തിരിക്കുന്ന ജനമായ ഇസ്രായേൽ മക്കളുടെ, അതായത് താൻ വിളിച്ച് വേർതിരിച്ച ജനത്തിന് ഇസ്രായേൽ എന്ന് പേര് കൊടുത്ത ദൈവം തൻ്റെ ജനം തന്നോട് അടുത്തിരിക്കണമെന്ന് വളരെയധികം ആഹ്വാനം ചെയ്യുകയും അങ്ങനെ അടുത്തിരിക്കുന്ന ജനം തന്നെ സ്തുതിക്കണമെന്നും ഇസ്രായേൽ മക്കളായ തൻ്റെ ഭക്തന്മാർക്ക്, അതായത് തൻ്റെ ഭക്തൻ എന്നാണ് ഇസ്രായേൽ മക്കളെ കർത്താവ് കണ്ടിരിക്കുന്നത്. ആ ഭക്തന്മാർക്ക് പുകഴ്ചയായിട്ട് സ്വന്തം ജനമായ ഇസ്രായേലിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവയെ സ്തുതിപ്പീൻ. ഈ സർവ്വജനവും ചരാചരങ്ങളും അവൻ കൽപ്പിച്ചാക്കിയ സകലതും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താൻ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.